ഇന്ന് കേരളത്തിലെ വോട്ടർമാരെ ഞങ്ങൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. മൂന്ന് മുന്നണികളും കൃത്യമായ പ്രചരണത്തിലൂടെ മുന്നേറുകയാണ്. ഇടതുമുന്നണി കെ.എൻ. ബാലഗോപാലിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. വലതുമുന്നണിയാണെങ്കിൽ N.K. പ്രേമചന്ദ്രൻ നിലവിലെ സിറ്റിംഗ് MP കൂടിയാണ്. BJPക്കാണെങ്കിൽ എറണാകുളം സ്വദേശി K.V. സാബുവിനെയാണ് നിർത്തിയിട്ടുള്ളത്. മൂന്ന് പേരും ശക്തമായ പ്രചരണത്തിലാണ്. ആ പ്രചരണത്തിലേക്ക് K.N. ബാലഗോപാൽ കടന്നു വരുന്നു. ചരിത്രത്തിന്റെ ഇടിമുഴക്കം പോലെ ഞാൻ നിങ്ങളുടെ പിന്നിൽ നടക്കില്ലെന്നും നിങ്ങളുടെ മുന്നിൽ നടക്കില്ലെന്നും നമുക്ക് ഒരുമിച്ച് നടക്കാമെന്നും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി K.N. ബാലഗോപാൽ. അദ്ദേഹം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ചാത്തന്നൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും രണ്ടാംഘട്ട ഇതിന്റെ സ്വീകരണ ഇതിലെല്ലാം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലം മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോഴും ചുമന്ന് തന്നെയാണോ ഇരിക്കുന്നത്? കൊല്ലം ചുമന്ന ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. കൊല്ലത്തിന് എല്ലാ സ്ഥലത്തും വളരെ അനുകൂലമായ പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത്. ഇവിടെ എല്ലാ സ്ഥലത്തും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ജനങ്ങൾ വളരെ ആവേശത്തിലും നമ്മുടെ പ്രവർത്തകരും മാത്രമല്ല മറ്റ് മുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ പോലും നേരത്തെ മറ്റ് മുന്നണിയിൽ നിന്നിരുന്ന ആളുകൾ പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നൊരു ചിത്രം തന്നെയാണ് കാണുന്നത്. വളരെ അനുകൂലമായിട്ട് തന്നെ ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾ കാണുന്നത്. UDFിൻ്റെയും അതുപോലെ BJPയുടെയും സ്ഥാനാർത്ഥികളുടെ ആ പ്രചരണം അതിനെ ഏത് രീതിയിലാണ് ജനങ്ങളോട് പറഞ്ഞ് നേരിടുന്നത്? ജനങ്ങൾക്കറിയാം UDFിൻ്റെ സ്ഥാനാർത്ഥിയും BJPയുടെ സ്ഥാനാർത്ഥിയും ഒക്കെ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ള ഒരു ആരോപണം നേരത്തെ വന്നിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായതാണ്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞപ്പോൾ UDFുമായിട്ട് ഒരു ബന്ധമുണ്ട് അതിന് എന്ന് അല്ലെങ്കിൽ UDFിനെ പരോക്ഷമായി സഹായിക്കുന്നത് തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ബാക്കി നമ്മുടെ MLAയും ഒപ്പം തന്നെ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ് നേട്ടങ്ങൾ, അതുപോലെ കഴിഞ്ഞ കാലത്ത് രാജ്യസഭാ MP ആയിരിക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ അതൊക്കെ ഒന്ന് ഓർക്കുക. സർക്കാരിൻ്റെ നേട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരാണ്. അതിൻ്റേതായ ഗുണം ജനങ്ങളുടെ മനസ്സിലുണ്ട്, ആ സ്നേഹം. സ്വാഭാവികമായും അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അനുഭവവും അതിൻ്റെ ബന്ധവും എല്ലാം അതിൻ്റെ ഗുണമുണ്ടാവും. രാജ്യസഭാ MP ആയിരിക്കുമ്പോൾ ചെയ്തിരുന്ന നാട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പ്രകടമായി എടുത്തു കാണിക്കാവുന്ന ശ്രദ്ധേയമായ കുറേ കാര്യങ്ങളാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ എല്ലാം ഗുണം ഉണ്ടാകുന്നുണ്ട്. പ്രധാനം ജനങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു. BJPയും UDFും ചേർന്ന് നടത്തുന്ന പ്രചരണങ്ങൾ ആ തരത്തിൽ വിശ്വസിക്കാതെ ജനങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നൊരു മുന്നണി എന്ന നിലയിൽ നമ്മൾ നടത്തിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. കശുവണ്ടി മേഖലയിൽ വലിയ തോതിലുള്ള നുണപ്രചരണങ്ങൾ ഉണ്ട് എന്നൊരു ആരോപണം LDF ഉന്നയിക്കുന്നുണ്ട്. ആ നുണപ്രചരണങ്ങൾ അതിനെ എങ്ങനെ നേരിടും? കശുവണ്ടി മേഖലയിൽ നുണപ്രചരണം എത്ര നടത്തിയാലും ഒരു കാര്യമുണ്ട്. UDF ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് കശുവണ്ടി ഫാക്ടറികൾ മുഴുവൻ അടഞ്ഞു കിടക്കുകയായിരുന്നു. വലിയ സമരമാണ് ഘട്ടത്തിൽ നടന്നത്. കശുവണ്ടി കോർപ്പറേഷനും കാപ്പക്സും അടഞ്ഞു കിടന്നു. മുഴുവൻ കശുവണ്ടി ഫാക്ടറി അടഞ്ഞു കിടക്കുകയായിരുന്നു. തകർന്ന് വ്യവസായം നിന്നുപോയി. ഇപ്പോൾ അത് കുറച്ച് പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. കശുവണ്ടി കോർപ്പറേഷനും കാപ്പക്സും തുറന്ന് പ്രവർത്തിക്കുന്നു. 60% ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഗവൺമെൻറ് ഈ വർഷം തന്നെ 150 കോടി രൂപ കശുവണ്ടി മേഖലയെ മാത്രം ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്നു. വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാതെ അടച്ച് ഇത് നശിപ്പിക്കാൻ നിന്നിരുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ വന്നിട്ട് ഇങ്ങനെയാണോ വേണ്ടത്, ഞങ്ങളറിഞ്ഞ് അങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറയുന്ന തരത്തിൽ പ്രചരിപ്പിച്ചാൽ ഈ ആളുകൾക്കറിയാമല്ലോ ഇവരിത് മൊത്തം അടച്ചു പൂട്ടി നശിപ്പിച്ച് വിറ്റ് തൊലയ്ക്കുന്ന നയങ്ങളാണ് എടുത്തത് എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട്
ടാക്സ് ഈടാക്കാനുള്ള പ്രപ്പോസൽ കൊടുത്തതിലും UDF പല നേതാക്കന്മാർക്കും പങ്കുണ്ട്. 9.36% ടാക്സ് ഇറക്കുമതിക്കുള്ള നികുതി ഏർപ്പെടുത്തിയത് ഇവിടുത്തെ UDF ചില നേതാക്കന്മാരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ ഈ മേഖലയെ തകർക്കുന്ന നിലപാടാണ് അവരെടുത്തത്. ഇപ്പോൾ വന്നിട്ട് നേരെ നുണപ്രചരണം നടത്തിയാൽ ജനങ്ങളത് വിശ്വസിക്കില്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥി കൃത്യമായ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പ്രത്യാരോപിച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി നൽകിക്കൊണ്ടാണ് വോട്ടർമാരെ തേടുന്നത്. അദ്ദേഹം ഇന്നത്തെ ദിവസം നോമിനേഷൻ അദ്ദേഹത്തിൻ്റെ പത്രിക സമർപ്പണം നടത്തി പ്രകൃതിയോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് മരത്തൈ നട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രതിനിധികൾക്കൊപ്പം പ്രവർത്തകർക്കൊപ്പം നൂറുകണക്കിന് പ്രവർത്തകർക്കൊപ്പം ആവേശത്തോടെ കളക്ട്രേറ്റിൽ പോയതും തുടക്കത്തിൽ UDF സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. LDF കാര്യത്തിൽ തൊട്ടു പിന്നിലാണ്. ഇപ്പോഴത്തെ പ്രവർത്തന രീതി ഇതൊക്കെ കാണുമ്പോൾ എത്രമാത്രം ആത്മവിശ്വാസം കിട്ടുന്നുണ്ട്? LDF പ്രവർത്തനവും നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി ആയിട്ടുള്ള പ്രവർത്തനമല്ല LDF പ്രവർത്തനം. പൊതുവിൽ LDF ജനങ്ങൾക്കൊപ്പം എന്നും പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമായതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ മുഴുവൻ നാട്ടിലെ ജനങ്ങളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ തന്നെ പ്രവർത്തനം. സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രവർത്തനം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. ഇന്നാണ് നോമിനേഷൻ സമർപ്പിച്ചത്. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങളെ, ഇടതുമുന്നണിയുടെ നേട്ടങ്ങളെ, ഇടതുമുന്നണിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നൊരു സമീപനമാണ്. പ്രത്യേകിച്ചും ഈ BJP ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾ നല്ലതുപോലെ ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. വർഗീയതയും അഴിമതിയും. അതിനൊപ്പമാണ് ഈ കോൺഗ്രസിൻ്റെ ഭാഗത്ത് UDF നേതാക്കന്മാരുടെ ഈ വർഗീയതയോടെ സന്ധി ചെയ്യുന്ന ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തെ സംബന്ധിച്ച് കേരളത്തിൽ നല്ല ചർച്ച വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യതയും പ്രവർത്തനവും കുറച്ചുകൂടി അതിൻ്റെ മാറ്റു കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നല്ല അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് എന്നാണ് വ്യക്തിപരമായ എൻ്റെ അനുഭവം. ഈ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേർ, ഒന്ന് NK പ്രേമചന്ദ്രൻ, മറ്റൊന്ന് BJP സ്ഥാനാർത്ഥി KV സാബു. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടോ LDF? ബന്ധങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ഞാൻ പറയേണ്ട കാര്യമല്ല. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കൊല്ലത്ത് പാർലമെൻറ്റ് സീറ്റിൽ BJPയുടെ സ്ഥാനാർത്ഥി ആദ്യമുണ്ടായിരുന്നത് ഒരു സുനിലായിരുന്നു, BJP ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹത്തെ ശ്രീ പ്രേമേന്ദ്രൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം LDF വിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയായതിനു ശേഷം ഈ BJPയുടെ സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്ത സ്ഥാനാർത്ഥി മാറുകയും മറ്റൊരു സ്ഥാനാർത്ഥി വരികയും ചെയ്തു. അത് UDF സഹായിക്കാനാണെന്നുള്ള അഭിപ്രായം വന്നിരുന്നു. ഇത്തവണയും അത്തരം അഭിപ്രായങ്ങളുണ്ട്. അത് BJP പ്രവർത്തകരോടും കോൺഗ്രസ് പ്രവർത്തകരോടും ഒക്കെ തന്നെ താങ്കൾ ചോദിച്ചാൽ അവർ വ്യക്തമായി പറയും. LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയേണ്ട, ജനങ്ങൾ പറയുന്നുണ്ടല്ലോ. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ജനങ്ങൾ ഈ 5 സീറ്റുകളിൽ BJPയുടെ സ്ഥാനാർത്ഥികളും BJPയും UDFുമായിട്ട് ധാരണയുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ CPMൻ്റെ സെക്രട്ടറി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നാട്ടിലെ കാര്യങ്ങൾ കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതാണ് ഞാനായിട്ട് അതിന് പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയുന്നില്ല. അത് നിങ്ങൾ പത്രപ്രവർത്തകർ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ജനത്തിനിടയിൽ അങ്ങനെ ധാരണയുണ്ട്. കാര്യങ്ങൾ നേരത്തെയും ഇത്തരം സംഭവങ്ങളിലൂടെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നു എന്നൊരു ചിത്രമാണ് പൊതുവിൽ കാണുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ വേഷമാണ് അങ്ങേക്ക്. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ പാർട്ടിയുടെ ഇവിടെ അമരക്കാരനായി നിൽക്കുകയും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുകയും ഒരു തിളക്കമാർന്ന വിജയത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു അനുഭവം ഓരോ മണ്ഡലങ്ങൾ പോകുമ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത്? സ്ഥാനാർത്ഥി എന്ന നിലയിലാണോ, ഒരു നേതാവ് എന്ന നിലയിലാണോ, എങ്ങനെയൊക്കെയാണ് ജാഗ്രത പുലർത്തുന്നത്? ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പ്രത്യേക ഒരു വേഷമല്ല. സ്ഥാനാർത്ഥി ഞങ്ങളുടെ പ്രവർത്തകരിൽ ഒരാളാണ് സ്ഥാനാർത്ഥി. സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ സ്ഥലത്തും പോകുന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമുണ്ട്. അതുമാത്രമല്ല,
UDFിനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും നമുക്ക് പല കാര്യങ്ങളും ഇടപെട്ടുള്ള ബന്ധം ഉണ്ടാവില്ല. UDFും മറ്റുള്ള ആളുകളും സമീപമുള്ളവർ LDF എടുക്കുന്ന നിലപാടുകളെ അവരും അംഗീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പല കാര്യത്തിലും. പ്രത്യേകിച്ച് രാഷ്ട്രീയമായ സത്യസന്ധത, നിലപാടുകളുടെ കാര്യത്തിനകത്തെ സുതാര്യത തുടങ്ങിയ കാര്യങ്ങളിൽ LDFിന് UDFിനേക്കാളും വളരെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് സംഘടനാ പ്രവർത്തനവുമാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ്, സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനമാണ്, എല്ലാം കൂടി ചേർന്നാണ്. കാരണം ഒരുമിച്ച് നിൽക്കുന്ന ആളുകളെ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കുമല്ലോ ഈ കാണുന്നതൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വോട്ടർമാരും പ്രവർത്തകരുമായിട്ടുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലും സ്ഥാനാർത്ഥിയായിട്ടും സംഘടനാ പ്രവർത്തകനായിട്ടും എല്ലാമുള്ള ബന്ധം തന്നെയാണ് ഇക്കാര്യത്തിലുള്ളത്. ഒരു രാജ്യസഭ MP കൂടിയായിരുന്നു അങ്ങ്. പ്രേമചന്ദ്രൻ കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ നടത്തിയില്ല എന്ന് വിമർശനമുണ്ടോ? അദ്ദേഹത്തിന് നിരവധി അവകാശവാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? സത്യത്തിൽ ഈ സ്ഥാനാർത്ഥികൾ പറഞ്ഞു ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ലത്. ഇതൊക്കെ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കേണ്ടതാണ്. സ്ഥാനാർത്ഥികൾ തമ്മിൽ ഞാൻ എല്ലാം ചെയ്തു, മറ്റേ ആളൊന്നും ചെയ്തില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതല്ല അതിൻ്റെ ഒരു രീതി. പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല. കഴിഞ്ഞൊരു 4 വർഷക്കാലത്തെ 4-5 വർഷക്കാലത്തെ കൊല്ലത്തെ പത്രങ്ങളെടുത്തു നോക്കിയാൽ മാധ്യമങ്ങളിൽ UDFിൻ്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് UDF MPയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ധാരാളം വിമർശനങ്ങൾ ആ ഘട്ടത്തിലൊക്കെ ഞാൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ടല്ല, CPMൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും LDF ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും. ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ കാര്യങ്ങൾ പറയുന്നില്ല. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, ESI മെഡിക്കൽ കോളേജ് നഷ്ടപ്പെടുത്തിയ പ്രശ്നം, കശുവണ്ടിയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ട് ചുങ്കം വർദ്ധിപ്പിക്കാനെടുത്ത നിലപാട്, നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഓരോ സമയത്തും LDF പറഞ്ഞിട്ടുള്ളതാണ് നാട്ടിലെ വികസന കാര്യങ്ങൾ. അതൊക്കെ അത്തരം കാര്യങ്ങൾ CPMൻ്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും എല്ലാം പ്രചരണത്തിൻ്റെ കാര്യത്തിൽ മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികളല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതിപ്പോൾ സ്ഥാനാർത്ഥിക്കെതിരെ പൊതുവായ രാഷ്ട്രീയ പ്രശ്നം എന്നാലും വികസന പ്രശ്നം എന്നാലും പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ നാട്ടിലെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയുന്നതാണ്. ഞാനതിനകത്ത് ഓരോന്നും വ്യക്തിപരമായിട്ട് ഇങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല എന്നാണ് ധാരണ. ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെയും UDF സ്ഥാനാർത്ഥിയുടെയും പ്രധാനപ്പെട്ട മുഖ്യ ആരോപണങ്ങളിലൊന്നാണ് കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പരമ്പരാഗത മേഖലയ്ക്ക് കാര്യമായി ഒന്നും ഈ ഗവൺമെൻറ് ചെയ്തില്ല. സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ ഫാക്ടറികൾ തുറക്കും, ജോലി ലഭിക്കുമെന്ന്. എന്നാൽ ആ വാഗ്ദാനങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടു എന്നുള്ളൊരു ആരോപണം നിരന്തരമായി കശുവണ്ടി മേഖലയിൽ UDF ഉന്നയിച്ചുകൊണ്ടിരിക്കുക. കശുവണ്ടി മേഖലയിൽ അങ്ങനെ പോയി അവർക്ക് ഉന്നയിക്കാൻ തന്നെ അധികം പറ്റുന്നില്ല. കാരണം UDF ആയിരുന്നു ഇപ്പോൾ അധികാരത്തിലെങ്കിൽ കേരളത്തിലെ നിലവിലുള്ള കശുവണ്ടി ഫാക്ടറിയുടെ അടച്ചുപൂട്ടിപ്പോയനെ. കശുവണ്ടി കോർപ്പറേഷനും കാപ്പക്സും പൂർണ്ണമായി അടച്ചു കിടക്കുകയായിരുന്നു. സ്വകാര്യ ഫാക്ടറികളിൽ 90% അടച്ചു. അതിൻ്റെ അടിസ്ഥാന കാരണം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ടാക്സ് തന്നെയാണ്. ആ ടാക്സ് വേണമെന്ന് പറഞ്ഞാണ് UDF നേതാക്കന്മാർ പ്രത്യേകിച്ച് പാർലമെൻറ്റിൽ ഉൾപ്പെടെ ഈ കാര്യം ഉന്നയിക്കുന്നത്. പാർലമെൻറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ആ സമീപനം എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ കശുവണ്ടി മേഖലയിലെ ടാക്സ്, പിന്നെ കശുവണ്ടി മേഖലയോട് എടുത്ത UDFിൻ്റെ സമീപനം, അതാണ് കശുവണ്ടി മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം. ഇപ്പോൾ കശുവണ്ടി കോർപ്പറേഷനും കാപ്പക്സും പൂർണ്ണമായി പ്രവർത്തിക്കുന്നു. 60%-ലധികം കശുവണ്ടി ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളും, വ്യവസായങ്ങൾ അടച്ചുപൂട്ടി ആത്മഹത്യയിലേക്ക് തള്ളപ്പെട്ട ചെറുകിട വ്യവസായികൾക്ക് ഗവൺമെൻറ്റിൻ്റെ വക ആനുകൂല്യങ്ങളും എല്ലാം വന്നു. ഇപ്പോൾ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികളോടും കശുവണ്ടി മേഖലയിലെ സാധാരണ ഇടത്തരം സ്ഥാപനം നടത്തുന്നവരോടൊക്കെ പോയി UDF ഇത് പറഞ്ഞാൽ അവർ അവമാനിതരാകത്തുള്ളൂ. ജനങ്ങൾ അവർ പറയും, നിങ്ങളിങ്ങനെ 5 വർഷം കൂടുമ്പോൾ ഇങ്ങനത്തെ മോഹന വാഗ്ദാനങ്ങളും കള്ള പ്രചരണമായിട്ട് ഇങ്ങോട്ട് വരേണ്ടത്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും അവർ പോയി പറയുന്നതിന് വലിയ തിരിച്ചടി ഉണ്ടാകത്തേ ഉള്ളൂ. ഇപ്പോൾ കശുവണ്ടി മേഖലയിലും മറ്റ് പരമ്പരാഗത തൊഴിൽ മേഖലയിലുമൊക്കെ ഇടതുപക്ഷം എടുക്കുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ അംഗീകാരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2000 രൂപ വെച്ചാണ് അടച്ചു കിടക്കുന്ന ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് എന്തോ ആനുകൂല്യം, അങ്ങനത്തെ ആനുകൂല്യം ഇപ്പോൾ സർക്കാർ ആലോചിച്ചു. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങളെ പറ്റിയുള്ളതും പ്രചരണത്തിനൊന്നും അത്രയും പ്രസക്തി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കശുവണ്ടി ഫാക്ടറികൾ, കശുവണ്ടി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ വോട്ട് അഭ്യർത്ഥിച്ച് സമീപിക്കുന്നത്. പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം, അത് എങ്ങനെയാണ് ഒരു UDF രാഷ്ട്രീയം? അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആരാണ് മുഖ്യ എതിരാളി? എങ്ങനെയാണ് വോട്ടർമാരെ സമീപിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം
കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സംഘ് പരിവാർ രാഷ്ട്രീയത്തിന് അറുതി വരുത്തി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിക്കുക എന്ന മൗലികമായ രാഷ്ട്രീയ ദൗത്യമാണ് UDF മുന്നോട്ട് വെക്കുന്ന UPA മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. നരേന്ദ്രമോദിയെ പുറത്താക്കുന്നത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുന്നില്ല. നരേന്ദ്രമോദിയെ പുറത്താക്കുന്നതോടൊപ്പം തന്നെ മതേതര മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്ന ന്യൂനപക്ഷ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരണം. അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്നുള്ളതാണ് UDF മുന്നോട്ട് വെക്കുന്ന UPA മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട നേതാവ് കൂടിയാണ്. അദ്ദേഹം ദുർബല സ്ഥാനാർത്ഥിയാണെന്നുള്ള ഒരു ആരോപണം അത് UDF ഉന്നയിക്കുന്നുണ്ട്, LDF ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാട്? ഇല്ല, ഇവിടെ നിൽക്കുന്ന BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞാൻ എന്തിന് അഭിപ്രായപ്പെടണം? ഇവിടെ നിൽക്കുന്ന BJP സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ മത്സരിച്ച് ജോയിസ് ജോർജിനെ വിജയിപ്പിച്ചത്. ഇവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ 1996 തെരഞ്ഞെടുപ്പിൽ പിറവം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് CPMനെ സഹായിച്ച് അന്ന് പ്രഗത്ഭനായിട്ടുള്ള TM ജേക്കബിനെ 76 വോട്ടിന് പരാജയപ്പെടുത്തിയത് ഇവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയാണ്. ആ BJP സ്ഥാനാർത്ഥിയും CPMും തമ്മിൽ അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ സഖാവ് മുല്ലക്കര രത്നാകരനും തോമസ് ഐസക്കും പങ്കെടുത്ത രാഷ്ട്രീയ പ്രചാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യോഗത്തിൽ പരസ്യമായി പറഞ്ഞു RSSനെതിരായി ഒരു അക്ഷരം പോലും CPM കേഡേഴ്സ് പരസ്യമായി പ്രസംഗിക്കരുത്. വ്യക്തമായി അവിഹിതമായ രാഷ്ട്രീയ ബന്ധം ഞങ്ങൾ ആരോപിക്കുന്നു. ഞാൻ 1988 മുതൽ CPMനോടൊപ്പം RSPയുടെ പ്രതിനിധിയായി നിന്നയാളാണ്. അങ്ങനെ ഏതെങ്കിലും മാറ്റമുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 5 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു പാർലമെൻറ്റിൽ. അന്ന് മോദി മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്. കാല് മാറിയില്ലല്ലോ, കൂറ് മാറിയില്ലല്ലോ. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ചുവന്ന കൊടി പിടിക്കുന്ന മൺവെട്ടിയും മൺകോരിയും അടയാളത്തിൽ മത്സരിക്കുന്നു. ഇനിയും തുടർന്നും അവസാന ശ്വാസം വരെ ആ രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ മുഖ്യ രാഷ്ട്രീയം. അല്ലാതെയുള്ള പ്രചരണം മുഴുവൻ ന്യൂനപക്ഷ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ, ക്രൈസ്തവ സമൂഹത്തിൽ എനിക്കുള്ള പിന്തുണ അല്ലെങ്കിൽ എൻ്റെ മതേതര മനസ്സിനോടുള്ള അവരുടെ ആഭിമുഖ്യം, ഐക്യദാർഢ്യം അവിടെ കരിനിഴൽ പടർത്തി അവിടെ മതേതര വോട്ടിൽ, മതന്യൂനപക്ഷ വോട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള CPM നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവാരമില്ലാത്ത വില കുറഞ്ഞ പ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 6 മാസക്കാലമായി CPM ഗീബൽസ്യൻ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ് തുടങ്ങിയ നിരവധി രാഷ്ട്രീയ കാര്യങ്ങൾ, അതുപോലെ തന്നെ LDFനെതിരെയും BJPക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ തേരോട്ടം. ഇടത് UDF മുന്നണികളുടെയും അതുപോലെ സ്ഥാനാർത്ഥികളുടെയും ആരോപണങ്ങളെ മുഴുവനും തള്ളിക്കൊണ്ട് വിജയപ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KV സാബു ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇതിൻ്റെ ഇപ്പോൾ ഓർത്തഡോക്സ് പള്ളിയിൽ ചാത്തന്നൂരിലെത്തി അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. എങ്ങനെയുണ്ട് ഒരു പ്രതീക്ഷ? ശരിക്കും പള്ളികളിൽ വരുമ്പോൾ ഒരു കംഫർട്ടബിൾ സോൺ അനുഭവപ്പെടാറുണ്ട്. പള്ളികളിൽ നിന്ന് മാത്രമല്ല, ഞാൻ എല്ലായിടത്തും പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അജ്മീറിൽ ദിർഹയിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അജ്മീർ ദിർഹ. അതുപോലെ ഹിന്ദു അമ്പലങ്ങളിൽ ധാരാളം പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഇവിടെ വരുമ്പോൾ കംഫർട്ടബിൾ സോണുണ്ട്. എൻ്റെ കൊച്ചപ്പൻ ഒരു ഓർത്തഡോക്സ് പുരോഹിതനാണ്. അദ്ദേഹം നമ്മുടെ പരിശുദ്ധ ബാബയുടെ അവരൊന്നിച്ചായിരുന്നു, ക്ലാസ്മേറ്റ്സാണ്. കൊല്ലം ബിഷപ്പ് ക്ലാസ്മേറ്റാണ് എൻ്റെ കൊച്ചപ്പൻ അച്ഛൻ്റെ. അവരൊന്നിച്ച് സെമിനാരിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെൻറ്റ്, വൈദിക കുടുംബമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഒരു കംഫർട്ടബിൾ സോണാണെന്ന് പറയാൻ കാരണം. ഞാൻ രാവിലെ പോയത് അറക്കൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലിടലിനാണ് പോയത്. രാവിലെ 6:30 മുതൽ ഞങ്ങൾ 8:30 വരെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ അമ്മമാരുടെ അടുത്തും പോയി അവരെ പൊങ്കാലിടത്തിന് കൂടെ കൂടി. അതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു സഭകളായിട്ടോ അല്ലെങ്കിൽ ഒരു മതമായിട്ടോ അത് കൂടുതൽ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ പ്രധാനമന്ത്രിയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് രാംമാധവ്ജി എന്നെ ഇൻട്രസ്റ്റ് ചെയ്തതനുസരിച്ച് ഞാൻ 6 സഭകളിലെ മേലധ്യക്ഷന്മാരെ ഇൻഡോറിൽ പോയി ഒരു കോൺഫറൻസ് പങ്കെടുത്തിരുന്നു. മോദിജി വന്നപ്പോഴും അമിത്ഷാജി വന്നപ്പോഴും സഭാ നേതൃത്വത്തെ എല്ലാവരെയും ബന്ധപ്പെടുത്തി അവരെ ഒരു കോർഡിനേറ്റ് ചെയ്ത് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോട്ടയത്തുള്ള പരിശുദ്ധ ഭാവിയാണെങ്കിലും പുത്തൻകുരിശുള്ള ശ്രേഷ്ഠഭാവിയാണെങ്കിലും നമ്മുടെ തിരുവല്ലായിലുള്ള ഓർത്തഡോക്സ് മർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്ത ആണെങ്കിലും CSA മോഡറേറ്റർ ആണെങ്കിലും അതേപോലെ തന്നെ അലഞ്ചേരി പിതാവാണെങ്കിലും അവിടുത്തെ കല്ലറയ്ക്ക് പിതാവ് എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഞാൻ പുലർത്തുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായാലും ഏത് രീതിയിലും ഞാൻ അവരായിട്ട് നല്ല ബന്ധം ഇപ്പോഴും എന്നും. ഒരു ന്യൂനപക്ഷ മോർച്ച നേതാവെന്നുകൂടി തീർച്ചയായും ന്യൂനപക്ഷ വോട്ടുകൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. BJP അതുകൂടി കണക്കുകൂട്ടിയിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് ഇപ്പോൾ ഇതിന് നിർത്തിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, മറ്റുള്ള സമുദായങ്ങൾ അത്തരക്കാരുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് BJPയുടെ BJP ആണ് ബേസ് വോട്ട്, അത് എത്രമാത്രമാണ് അത് പ്രവർത്തന ഇതിലേക്ക് വന്നിട്ടുള്ളത്? BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുക എന്നുള്ള ഒരു സമഭാവന സിദ്ധാന്തമാണ്, സമഭാവനമായ കാഴ്ചപ്പാടാണ്. ഹിന്ദുമതമാണെങ്കിലും ക്രിസ്ത്യ മതമാണെങ്കിലും മുഹമ്മദീൻ മതമാണെങ്കിലും അതിനെല്ലാം എന്നും ബഹുമാനത്തോടെ കാണുന്ന ഒരു പാർട്ടി BJPയാണ്. അതിനെല്ലാം ഉപരിയായിട്ട് രാജ്യത്തിൻ്റെ മേന്മ, രാജ്യത്തിൻ്റെ വികസനം, രാജ്യത്തിൻ്റെ സുരക്ഷ, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ എനിക്ക് തോന്നാറില്ല. ഇവിടെ BJP വരുന്ന എല്ലാവരും പല അമ്പലങ്ങളിലും മോസ്കോയിലൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ്. ആ ഒരു ഒന്നാണെന്നുള്ള ഫീലിങ്സാണ് ഈ കൊല്ലത്തേക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ആഡഡ് ഒരു അഡീഷണൽ ഒരു എൻതൂസിയാസം, ഒരു അഡീഷണൽ എൻകറേജ്മെൻറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിലെ 11 നിയമസഭകളും LDFനായിരുന്നു ഭൂരിപക്ഷം. ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭകളും LDFനാണ്. ആ കണക്ക് പ്രകാരമാണെങ്കിൽ 1,75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ഇടതുമുന്നണിക്കുണ്ടായിരുന്നത്. പ്രേമചന്ദ്രൻ കഴിഞ്ഞ 2014 ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ചതാകട്ടെ 36,000 ചില്വാനം വോട്ടിനാണ് താനും. എന്നാൽ 1,75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ആ കണക്ക് പ്രകാരമുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് വലതുമുന്നണി അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയും. BJPക്ക് കഴിഞ്ഞ തവണ ഏതാണ്ട് 58,000 വോട്ടാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇക്കുറി ആർക്കും പറയാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു ഖ്യാതി നേടിയ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ ഇറക്കുകയും ന്യൂനപക്ഷ പ്രതിനിധിയായി ഒരാളെ മത്സരിപ്പിക്കാൻ BJP തയ്യാറായി. അദ്ദേഹം എത്ര വോട്ട് പിടിക്കും എന്നുള്ള ആശ്രയിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. എന്നാലും ഓരോ മുന്നണികളുടെയും വോട്ട് ഷെയർ അതിനെ ആശ്രയിച്ചായിരിക്കും.